ഹൗ ടു പ്രേ, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടില്ലേ? നമ്മൾ ചോദിച്ചിട്ടില്ലേ? ഉണ്ടോ? നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഞാൻ പലപ്പോഴും ചോദിക്കും. ചില വിഷയത്തിൽ ശരിയായിട്ട് നമ്മൾ പ്രാർത്ഥന അയച്ചെങ്കിൽ ഉത്തരം കിട്ടും. അപ്പോൾ ഞാൻ പലപ്പോഴും ചില കാര്യങ്ങൾക്ക് ഒത്തിരി താമസിക്കും. ഇപ്പോൾ എൻ്റെ ഈ വീട്, ഞങ്ങൾ ഈ താമസിക്കുന്ന ഈ വീട് 16 വർഷം എടുത്തിട്ടാണ് പണിത് തീർന്നത്. അതെന്താ 16 വർഷം എടുത്തതെന്ന് വെച്ചാൽ എനിക്ക് ഉത്തരം അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ നോട്ട് ചെയ്ത്, നമ്മൾ പുറത്തായിരുന്നു അന്നേരം, ഹസ്ബൻഡ് പുറത്ത് ജോലി ചെയ്യുന്ന സമയം. നമ്മൾ അവധിക്ക് വരും, ഇതിൻ്റെ പണി നോക്കും, പക്ഷെ പണി പൂർത്തിയാകുന്നില്ല. നമ്മൾ പോയി കഴിയുമ്പോൾ അത് പണി അങ്ങ് നിന്ന് പോകും, കംപ്ലീറ്റായിട്ട് നിന്ന് പോകുമ്പോൾ ഞാൻ ദർശനത്തിൽ കാണുന്നത് യേശു ക്രിസ്തു വന്നിട്ട് ഒരു വെള്ള തുണി കൊണ്ട് ഇതങ്ങ് മൂടി അങ്ങിടും. ഒരു സാധനം ഇതിനകത്ത് നഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ 2 പ്രാവശ്യം. ഒരു പ്രാവശ്യം ലാസ്റ്റിലായപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി നടക്കുന്നില്ലെങ്കിൽ വേണ്ട, എനിക്ക് ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് ഇനിയും വിഷമിക്കാൻ വയ്യ, അത്ര ലെവലെത്തി, ഇനി നടക്കാതിരിക്കും, എന്തെങ്കിലും ചെയ്യട്ടെ, വിട്ടുകൊടുത്തു. ദൈവം തൻ്റെ മകത്ത് കോവിഡ് വന്നതോടുകൂടി അതൊരു മുഖാന്തരമായിട്ട് നമുക്ക് സമയം കിട്ടി. കറക്റ്റ് ടൈമിൽ ഡോക്ടറും മോനും കൂടെ വന്നിട്ട് ഇതിൻ്റെ പണി ഏറ്റെടുത്ത് പൂർത്തീകരിക്കുക ചെയ്തത്. ഇത്ര വർഷം എടുത്തു എന്നുള്ളതല്ല, ദൈവം തീരുമാനിച്ച സമയത്ത് അതിൻ്റെ പൂർത്തീകരണം ഞാൻ കണ്ടു. അപ്പോൾ അതിൻ്റെ ഈ ഓരോ പ്രാവശ്യവും ഇവിടെ ഇരുന്ന് റെക്കോർഡ് ചെയ്യുമ്പോഴും നമ്മളിവിടെ താമസിക്കുമ്പോഴും ദൈവത്തോട് സന്തോഷം പറയും. കാരണം താമസിച്ചു എങ്കിലും നീ തന്നപ്പം അനുഗ്രഹിക്കപ്പെട്ട ഭവനമാണ് തന്നിരിക്കുന്നത്. അത് നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. ഈ പ്രാർത്ഥന എന്തിനാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിക്കുമ്പം കർത്താവിന് മഹത്വം കൊടുക്കാനാണെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പറയുന്നത്. എൻ്റെ സന്തോഷം പൂർത്തീകരിക്കണം. അപ്പം തീർത്തും ഈ ഭവനം ദൈവത്തിന് മഹത്വം കൊടുക്കാനാണ്. അത് ദൈവമാണ് നോക്കുന്നത്, അതെനിക്കറിയാം. ഓരോ കാര്യം ഈ വീട്ടിൽ നടക്കുമ്പോഴും എനിക്ക് ആ ടാഞ്ചിബിൾ പ്രസൻസ് ഓഫ് ദ ലോർഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യം അത്ര നന്നായിട്ട് എനിക്ക് മനസ്സിലാക്കുന്നുണ്ട്. അത് മിക്ക വീടുകളിലും കാണുമായിരിക്കും. പക്ഷേ എനിക്ക് അനുഭവപ്പെടുന്നത്, ഞാൻ വിളിച്ചു പറയുന്നത്, നിങ്ങളും നിങ്ങളുടെ ഭവനങ്ങളിൽ ഈ സന്തോഷം അനുഭവിക്കണം. നമ്മുടെ ഭവനം ഒരു തന്നെയെന്ന് നമ്മൾ പറഞ്ഞ് അനുഗ്രഹം. പലരും പറയും, എന്നോട് കഴിഞ്ഞ ദിവസം ആരാണ്ട് വിളിച്ചു പറഞ്ഞു, എൻ്റെ ആൻറ്റി, ഞാൻ ഈ വീട്ടിന് പുറത്തേക്ക് പോകുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല, തിരിച്ചു വരുമ്പോൾ എനിക്ക് കാലിന് വേദന, എനിക്ക് കൈക്ക് വേദന, എനിക്ക് നടുവേദന, എനിക്കെന്ത് വേദന. അപ്പം ഞാൻ കേട്ടേച്ച് പറഞ്ഞു, അത് ശരി. അപ്പോൾ പല സ്ഥലത്ത് ആ വേദന വരുമെങ്കിൽ അതിനർത്ഥം കാളഭിശാശാന്ന് ഞാനും പറഞ്ഞു. ഒരു സ്ഥലത്ത് തന്നെയല്ലല്ലോ, പലർത്തോട്ടും. അപ്പോൾ അതിൻ്റെ അർത്ഥം ശരിയാണ്. അപ്പോൾ ഞാനത് കഴിഞ്ഞേച്ച് അവരോട് ഞാനിങ്ങനെ പറഞ്ഞു, ശരി, നമ്മൾ ഇന്നൊന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഇത് മാറും, ഷുവറാണെന്ന് ഞാനും പറഞ്ഞു. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ പറഞ്ഞു, എല്ലാ വിഷയമൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അവർ തന്നെ എൻ്റെ ദൈവമേ, എൻ്റെ കാലിൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറ്റി തന്നതിന് ഞാൻ എന്നെ സ്തുതിക്കുന്നു എന്നവർ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്ര നേരം മാറാതിരിക്കാനൊക്കെ ഈ വീടിന് ആ പ്രശ്നമെന്ന് പറഞ്ഞാൽ എങ്ങനെ എൻ്റെ വീട് പ്രശ്നം? ഏത് വീടാണേലും എൻ്റെ ദൈവം എന്നെ വസിപ്പിക്കുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെ ഉള്ളതിനാൽ ഇത് വിശുദ്ധ ഭൂമിയായി മാറും നമുക്ക് പറയാൻ അറിവില്ലേ? ആ വീട് അനുഗ്രഹമാക്കാൻ നമുക്ക് അറിയത്തില്ലേ? കിഴക്കേ പടിഞ്ഞാറ് വടക്കേ തെക്കേ വേലി കെട്ടിയിട്ട് ദൈവമേ ഇത് അനുഗ്രഹ ഭൂമി, ഞാനിവിടെ വസിക്കുന്ന ഭൂമി. അപ്പോൾ ദൈവം തമ്പുരാൻ പറയുന്നുണ്ടല്ലോ, ഇസഹാക്ക് വെതിച്ച് 100 മേനിയായിട്ട് അത് വർദ്ധിപ്പിച്ചു കൊടുത്തു. അത് പറയണം എവിടെ? അതായത് ക്ഷാമമുള്ള സമയത്താണിത് ഇട്ടത്. ക്ഷാമവും പ്രയാസമുള്ള സമയത്താണ് ദൈവം തൻ്റെ മക്കളെ സൂക്ഷിക്കുന്നത്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പം നമ്മൾ ദൈവത്തെക്കുറിച്ചൊന്നും അറിയുന്നില്ല. എന്തിനാണ്, എങ്ങനെ പ്രാർത്ഥിക്കണം? പ്രയർ ഷുഡ് ബി സിംപ്ലിസിറ്റി ഉണ്ടായിരിക്കണം. അത് ലാളിത്യത്തിലും വ്യക്തതയിലും പ്രാർത്ഥിക്കാൻ പഠിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പം മത്തായിയുടെ സുവിശേഷം 7:8 അതിനെടുക്കുന്നത്. അതായത് വെൻ യു പ്രേ ഡു നോട്ട് ഹീപ്പ് അപ്പ് എംപ്റ്റി ഫ്രൈസസ്. ചുമ്മാതെ പ്രാർത്ഥിക്കാൻ വേണ്ടി, ആരെങ്കിലും കേൾക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ ഒരു പ്രയോജനമില്ല. ദൈവം തമ്പുരാൻ നമ്മുടെ കൂടെ നിന്നിട്ട് ലാളിത്യമായിട്ടും സിമ്പിളായിട്ടും വ്യക്തിയതയോടുകൂടെ പ്രാർത്ഥിക്കാൻ, ശരിയായിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പഠിക്കണം. ഒരാൾ പ്രാർത്ഥിക്കുമ്പോഴേ, ഞാൻ പലപ്പോഴും പറയും, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴേ എനിക്കറിയാൻ പരിശുദ്ധാത്മാവ് കേൾക്കുന്നില്ല. കാരണം അത് കേൾക്കുന്നവർക്ക്, ആത്മാവുള്ളവർക്ക് അത് മനസ്സിലാകും. മത്തായിയുടെ സുവിശേഷം 6:7-8 പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. വ്യക്തമല്ലേ? അല്ല, ഇതിപ്പോൾ ഓർമ്മ വരുന്നത്
പിന്നെ കർമ്മേൽ മലയിൽ പിന്നെ ജസബലിൻ്റെ കാലത്ത് എലിയ പ്രവാചകൻ ആളുകളെ വിളിച്ചു കൂട്ടി. ബാൽവിഗ്രഹങ്ങളെ വിളിക്കുന്ന ദൈവമാണോ ഏകസത്യ ദൈവം എന്ന യഹൂദൻ ഇസ്രായേലിൻ്റെ ദൈവമാണോ സത്യദൈവം എന്നറിയാൻ ഒരു വലിയ ടെസ്റ്റ് നടക്കുകയാണ്. എന്താണ്? കാളകളെ മുറിച്ചിട്ട് 2 പേരത്തായിട്ട് ഒന്ന് ജാതികളുടേത്, അതായത് ബാൽ വിഗ്രഹത്തിന്, ഒന്ന് ദൈവത്തിന് വേണ്ടി. അപ്പം ഏലിയ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ ചെയ്തോളം പറഞ്ഞു. എന്താ അവർ ചെയ്തിട്ട് അവർ ജൽപ്പനം തന്നെ ജൽപ്പനമാണ്. അവരുടെ ദേവൻ കണ്ടീഷൻ എന്തോ, നമ്മൾ പ്രാർത്ഥിക്കുമ്പം ചാൻറ്റ് ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി ഏതിനാണ് തീ കത്തുന്നത് അതാണ് സത്യദൈവം. എന്ത് അവർ ചാൻറ്റിങ്ങാണ് ബഹളം വെക്കുന്നത്. അവസാനം അവരുടെ ശരീരം എല്ലാം വെട്ടിക്കീറുന്നു, കണ്ടിട്ടുണ്ടോ? വെട്ടിക്കീറി അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എല്ലാം ചെയ്തിട്ടും ഒരനക്കം അവിടെ ഉണ്ടായില്ല. എന്നാൽ ഏലിയ പ്രവാചകൻ വന്ന് നിന്ന് കഴിഞ്ഞിട്ട് എൻ്റെ ദൈവമേ നീയാണ് എന്നെ അയച്ചതെന്ന് എനിക്കറിയാം, ഈ മനുഷ്യർ വിശ്വസിക്കാൻ വേണ്ടി, നീയാണ് സത്യതയെന്ന് വിശ്വസിക്കാൻ വേണ്ടി തീ ഇറങ്ങട്ടെ. തീ ഇറങ്ങി. അധാരണ, ലാളിത്യം വളരെ വ്യക്തമായിട്ട് കുറേ കിടന്ന് ബഹളം വെച്ചിട്ടുണ്ട്. ഈ പ്രാർത്ഥനയെല്ലാം ഈ വ്യക്തതയില്ലാത്ത ഒത്തിരി നീണ്ട പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴേ നമ്മൾ ഓർക്കണം, വീട്ടിനകത്ത് പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടാത്ത ഒരു വിഷയമാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. ഈ പ്രാർത്ഥിക്കാനൊന്ന് ചോദിച്ചു പോയാൽ ഞാൻ ചിലപ്പോൾ എന്നോട് ചോദിക്കും, ആളുകൾ ചോദിക്കും മാഡം സമയമുണ്ടോ പ്രാർത്ഥിക്കാൻ, വിഷയം പറയും. അപ്പോഴേ എനിക്കറിയാൻ തുടങ്ങും അവർ. ഞാൻ പറയും എനിക്ക് 3 മിനിറ്റ് ഉണ്ട്, 3 മിനിറ്റ് ഞാൻ പറയാമെങ്കിൽ പറഞ്ഞോളാൻ പറയും. 3 മിനിറ്റ് തുടങ്ങും, പക്ഷേ 3 മിനിറ്റിൽ മിക്കവരും നിൽക്കത്തില്ല. അപ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിക്കും, ദൈവം ഇത് കേൾക്കാനുള്ള ക്ഷമ എനിക്ക് തരണമെന്ന്. നമ്മൾ 100 കൂട്ടം കാര്യം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇവർ പറയുന്നത്. ഈ വ്യക്തതയില്ലാത്ത പ്രാർത്ഥനയും കൊണ്ട് വരുമ്പോഴേ ദൈവം എന്ത് ഉത്തരമാണ് തരേണ്ടത് പറയും. ഈ ജൽപ്പനക്കാരെ കൂട്ട് പലതിനെക്കുറിച്ച് ഒരു വിഷയം എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചിലപ്പം പറയും, ഏതെങ്കിലും ഒരു വിഷയം എടുത്ത് ആ വിഷയം മാത്രം പറ, ആ വിഷയം അങ്ങ് തീർക്ക്, അതിൻ്റെ ഇടയ്ക്ക് വേറൊരു വിഷയം എടുക്കല്ലേ. അതായത് ഇവിടെ ഇലക്ട്രിസിറ്റി ഇല്ല, അന്നേരം വെള്ളമില്ലെന്ന് കിണറ്റി വെള്ളമില്ലെന്ന് നീ പറഞ്ഞിട്ട് എന്നാ കാര്യം? പറയേണ്ടത് പറ. അതായത് സിമ്പിളായിട്ട് ദൈവസന്നിധിയിൽ ചെന്നിട്ട് വ്യക്തമായിട്ട് പറയണമെങ്കിൽ എനിക്കൊരു സ്ഥിരതയുള്ള ആത്മാവുണ്ടാകണം. അതില്ലാത്തത് കൊണ്ടാണ് പല പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത്. അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഓർക്കുന്നത്, എൻ്റെ അമ്മയുടെ കാലത്ത് പ്രാർത്ഥനയ്ക്ക്, അവർ നല്ല പ്രാർത്ഥനാപരമുള്ള അമ്മയാണ്. എൻ്റെ അമ്മയുടെ തീയാണ് എന്നിൽ കൂടെ പകരുന്നതും കൂടെ ചിലപ്പോൾ ചിന്തിക്കുക, അതുപോലെ തീയായിരുന്നു അമ്മ. അമ്മയുടെ ഒരിക്കൽ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടായിട്ട് കിഡ്നി ഡയാലിസിസ് വേണം, കിഡ്നിക്ക് പ്രോബ്ലമാണ്. അമ്മയുടെ കാലത്ത് ഏകദേശം 10-20 കൊല്ലത്തിന് മുമ്പുള്ള സംഭവമാണ് ഞാനീ പറയുന്നത്. അന്ന് ഇതുപോലൊന്നും എല്ലാതൊന്നും നമുക്ക് കിഡ്നിയുടെ ഇതിനെക്കുറിച്ച് വലുതായിട്ട് അത്ര അറിവില്ല. എങ്കിലും അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. ആദ്യം ഇവരിങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, ദൈവമേ ഈ മനുഷ്യന് എങ്ങനെയെങ്കിലും കിഡ്നി ശരിയാക്കി കൊടുക്കണം, ഒന്നാം പ്രാർത്ഥന. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ 2ാമത്തെ ആഴ്ചത്തെ പ്രാർത്ഥന അമ്മ പ്രാർത്ഥിച്ചത്, ഈ മനുഷ്യൻ്റെ കിഡ്നി ശരിയാകുന്നില്ലെങ്കിൽ വേറൊരാളുടെ കിഡ്നി കൊടുത്താൽ മതി എന്ന് പ്രാർത്ഥിച്ചു. അന്നേരം അതിന് 3ാം ആഴ്ചയായപ്പോൾ അമ്മ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവമേ ഞങ്ങളുടെ ഹിതമല്ല നിൻ്റെ ഹിതപ്രകാരം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നല്ലത് ചെയ്യുക. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു ഈ പ്രാവശ്യം പ്രാർത്ഥന കേൾക്കുമെന്ന് പറഞ്ഞു. സിമ്പിൾ, വ്യക്തമായിട്ട് പ്രാർത്ഥിച്ചു. അത് നമ്മുടെ ജഡത്തെ എത്രയോ ഹനിച്ച്, അതായത് ജഡത്തിന് പദം വരുത്തി ആത്മാവിൽ നിറഞ്ഞ പ്രാർത്ഥന അയച്ചപ്പോൾ ഉത്തരം വന്നു. ആ 1 മാസത്തിന് അവർക്ക് വേറെ ആരാണ്ടൊരു ഡോണർ വന്നു, കിഡ്നി കൊടുത്തു, ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ കുറേ വർഷങ്ങൾ ജീവിക്കുകയും ചെയ്തു. അദ്ദേഹം മരിച്ചും പോയി. ഞാൻ പറയുന്നത് പ്രാർത്ഥന വ്യക്തമായിട്ട് എങ്ങനെ അയക്കും? നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രാർത്ഥന വ്യക്തമാണ്, പക്ഷേ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന ജഡീകത്തിലാണ്. അത് ശുദ്ധീകരിക്കാൻ കുറച്ച് സമയം എടുക്കുന്നതേ ഉള്ളൂ. നിൻ്റെ ഹിതം പോലെ എന്ന് പറഞ്ഞപ്പോൾ അതിന് 3-4 ആഴ്ച എടുത്ത് അമ്മ ഈ ചേഞ്ച് ഞാൻ ഈ പ്രാർത്ഥനയിൽ കണ്ടത്. ദാറ്റ് ടോട്ട് മീ എ ഗുഡ് ലെസൺ. പറയുന്ന പ്രാർത്ഥന വ്യക്തമായിട്ടും ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥന അയച്ചാൽ അത് വിശുദ്ധന്മാരുടെ കയ്യിലെ ധൂപകലശത്തിനകത്ത് എൻ്റെ പ്രാർത്ഥന ചെന്ന് വീണപ്പോൾ എനിക്ക് ഉത്തരം വന്നു. ജഡത്തിലുള്ള പ്രാർത്ഥന അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ജഡത്തിലുള്ളത് അത് ശുദ്ധീകരിക്കായിരിക്കും, എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ എന്താന്നേലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി ഞാൻ കണ്ടിട്ടുണ്ട്. സോ വി ഹാവ് ടു ബി റിയലി സ്ഥിരത, ലാളിത്യമുണ്ട്. 2ാമത്തേത് സ്ഥിരോത്സാഹം ഉണ്ടായിരിക്കണം. അതിനെക്കുറിച്ച് അടുത്ത ദിവസം എടുക്കാം. എന്തിനാണ് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ നമുക്ക് തരുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് വ്യക്തമായിട്ടും പറഞ്ഞു തന്നിട്ട് ഞങ്ങൾ മറന്നു പോകുന്നു. ലാളിത്യത്തോടുകൂടി വ്യക്തതയോടുകൂടെ പറഞ്ഞു പിടിപ്പിക്കണമെങ്കിൽ ഞങ്ങളുടെ ബുദ്ധിമണ്ഡലം ഈ ഇമോഷൻസിൽ നിന്ന് മാറിയിട്ട് ദൈവത്തിൻ്റെ വചനപ്രകാരം പ്രാർത്ഥിക്കാനുള്ള കൃപ വരുമ്പം വ്യക്തത വരും. ആദ്യമൊക്കെ ബഹളമാണ്. ഈ ആദ്യ ബഹള കാലങ്ങളിൽ ഓരോരുത്തർ വിളിച്ച് അന്യോന്യം പറഞ്ഞ് കേൾക്കുന്നവരെ കൂടെ പേടിപ്പിക്കുന്ന പോലെയുള്ള
ഒരു വിഷമം കേട്ടാൽ അത് വിഷമിപ്പിച്ച് മറ്റുള്ളവരെയും കൂടി ഇല്ലാതാക്കിക്കളയും. എന്നാൽ അല്പനേരം അത് ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് ഒന്ന് സ്ക്രീൻ ചെയ്ത് ഒന്ന് അരിച്ചിട്ട് അത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള വചനം കിട്ടാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നു എന്ന് പറയാനുള്ള കൃപ ഞങ്ങൾക്ക് കിട്ടണം. പ്രാർത്ഥനയ്ക്ക് സ്വർഗ്ഗത്തിൽ നിന്ന് ഉത്തരമുണ്ട്. നിൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രയാസങ്ങൾ വരുമ്പം തന്നെ പ്രശ്നത്തിന് ഉത്തരം തരാൻ കഴിവുള്ള ഒരു ദൈവമാണെന്ന് മനസ്സിലാക്കി വളരെ ലാളിത്യത്തോടും വളരെ വ്യക്തതയോടും കൂടെ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണം. ജാതികളുടെ കൂട്ട് കുറേ ബഹളം വെച്ച് പ്രാർത്ഥിക്കാതെ സ്ഥിരതയോടെ പ്രാർത്ഥിച്ച് കാര്യം നേടിയെടുക്കാൻ കൃപ തന്നാട്ട്. ഇതിനാണ് മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പച്ചൻ തരുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഞങ്ങളെയും തലമുറയും അപ്പച്ചൻ്റെ ശാശ്വത ഭുജം കൊണ്ട് പൊതിഞ്ഞ് സൂക്ഷിച്ച് തക്ക സമയത്ത് ഉത്തരം തരുന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.